ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലുയ. ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മാത്യു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി കണ്ണൂരിൽ നിന്നാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ജീവയുടെ എൻട്രൻസ് എക്സാമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മകളുടെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോണിയയുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിരിൻസി പൊരുമണ്ണ വഴി കുടുംബ സമാധാനത്തിനും കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ ചങ്ങനാശ്ശേരി അബിൽ എന്ന മകൻ്റെ ജോലി തടസ്സം മാറാനും വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഥുൻ കൃഷ്ണൻ സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജ കാസർഗോഡ് കുടുംബത്തിലെ എല്ലാ ഐശ്വര്യത്തിനും കടബാധ്യത മാറുന്നതിന് വേണ്ടി. ലൂസി മുണ്ടൂരി തൃശ്ശൂരിൽ നിന്നാണ് എബിൻ ജോസഫിൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി. ഡെൽമ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീബ സാബു മത്സ്യബന്ധനത്തിൽ ഉപരി നന്മയുണ്ടാകാനും പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ കടങ്ങൾ ഏകദേശം 30 ലക്ഷം രൂപ കടമുണ്ട്, ആ കടം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്ലോറ ടിനു മോൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. ആഷിൻ്റെ വാൽവ് സംബന്ധമായ രോഗം സൗഖ്യമാകാനും വേണ്ടി. വിജയമ്മ പത്തനംതിട്ട 2 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, അത് മാറുന്നതിന് വേണ്ടിയാണ്. ഇത്രയും പേരുടെ നിയോഗവും പിന്നെ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗം സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 41-ഉം 42-ഉം തിരുവചനം. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ നിന്ന് ഒഴിഞ്ഞ് മാറരുത്. ഹാലേലുയ. വചനം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവനോട് 2 മൈൽ ദൂരം പോകുക. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ചിലപ്പോൾ ഒരു വഴി ചോദിക്കുക, അല്ലെങ്കിൽ എന്നോടൊപ്പം ഒരു സുഹൃത്ത് എന്നോട് പറയണം എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിക്കുമ്പോൾ 1 മൈൽ ദൂരമാണ് അവൻ ആവശ്യപ്പെട്ടെങ്കിൽ നമ്മൾ അവനോടുകൂടി 2 മൈൽ ദൂരം പോകാൻ ഈശോ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താണ് അവിടെ സൗഹൃദം കൂടുതൽ ആഴമായി. രണ്ടാമത് എന്താണ്? ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുന്നവരിൽ നിന്ന് അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന്. അപ്പോൾ എന്താണ്? നമ്മളോട് ചോദിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ച് കടന്നു വരുന്നവരെ വെറും കൈയോട് പറഞ്ഞ് അഴക്കരുതെന്നല്ലേ ഈ വചനം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അത് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഈശോ സുവിശേഷത്തിൽ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈശോയുടെ സ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്വർഗീയ ഭവനം, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈശോയുടെ മക്കളാണ്. ഇത് കേൾക്കുന്നവരെല്ലാവരും ഈശോയുടെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരും ഈശോയുടെ നന്മയിലും കരുണയിലും ആശ്രയിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, കടങ്ങൾ മാറിപ്പോകട്ടെ, മക്കളുടെ രോഗസൗഖ്യം ഉണ്ടാകട്ടെ, പഠനത്തിൽ ഉന്നത വിജയം നേടട്ടെ, സ്ഥലത്തിൻ്റെ വിൽപ്പന നടക്കട്ടെ, മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാത്തിൻ്റെ മേലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.